സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ റെഡി ആയിട്ട് നേരെ എറണാകുളത്തേക്ക് പോണേന്. ഇന്നിപ്പോ വിരുന്ന് വിളിച്ചേക്കണ ഉമ്മിച്ചിയുടെ അനിയത്തിയാണ്. എന്ന വഴിക്ക് ഉമ്മിച്ചിക്ക് മെഡിസിൻ വാങ്ങാൻ വേണ്ടി ഒന്ന് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായി. പിന്നെ കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്ത് നേരെ ഇന്നാട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഉമ്മിച്ചിക്ക് സ്കൂൾ അവധിയായിട്ട് വെക്കേഷന് വീട്ടിൽ വന്നിക്കാന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിൽ എന്റെ അനിയത്ത് വീട്ടിൽ ഇരുത്തൂല. അവൾ എവിടെ വിരുന്നിന് പോയാലും എന്നെ വിളിച്ചോട്ടു. ഭാഗത്തേക്ക് അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും ഒരാൾ ഇവിടെ ഇരുന്ന് നല്ല കരച്ചിൽ ചോദിച്ചപ്പോ പറയണേ ഇത് വരത്തനാണ് ഞങ്ങളുടെ പൂച്ചയിൽ. ഇതിപ്പോ ഞങ്ങൾ വിരുന്നിന് വന്നേക്കണ ഉമ്മിച്ചിയുടെ ഏറ്റവും ഇളയ അനിയത്തിയുടെ വീട്ടിലാണ്. അങ്ങനെ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് അൽഫാമ്, മന്തി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായി. ഞാൻ പിന്നെ മന്തി മാത്രമേ എടുത്തോളൂ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പണ്ടത്തെ കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായി. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു വന്നപ്പോഴത്തേക്കും സമയം 10 മണി കഴിഞ്ഞിട്ട്. ഇറങ്ങണതിന് മുമ്പ് ഇന്നാട് സ്പെഷ്യൽ ബ്ലാക്ക് ടീയും കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അവിടുന്ന് യാത്ര പറഞ്ഞ് നേരെ പോയത് ഷോപ്പിംഗ് മാളിലേക്കാണ്. ഉമ്മയ്ക്ക് അവിടെ നിന്ന് എന്തോ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. ഞാൻ എന്തൊക്കെ എടുക്കുക ദൈവമേ. ഇതിപ്പോ എന്റെ മോളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അവൾ എക്സ്ട്രാ ഒരു ബില്ലും കൂടെ എന്തായാലും നമുക്ക് ഉണ്ടാക്കി തരും. ദാ ഓടി വന്നത് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ടാണ്. ഞായറാഴ്ച ദിവസവും തിരക്കും. ബില്ലടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സമയം അധികം നേരം എടുക്കണോണ്ട് തന്നെ ഞാൻ പിന്നെ അവരുടെ കയ്യിലേക്ക് അതങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പുറത്തു വന്നിരുന്നു. 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ബില്ലടിച്ചോണ്ട് വന്നത്. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇവളുടെ ഫേവറേറ്റ് പാട്ട് കേട്ടതിന്റെ സന്തോഷത്തിലാണ് എന്റെ മോൾ.